ഇന്നൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത്, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു അരപ്പിൻ്റെ പാകത്തിൽ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഒന്ന് പുരട്ടി കൊടുക്കാം. ചിക്കനിലേക്ക് മസാല ഒക്കെ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു 30 മിനിറ്റ് ഞാൻ വെക്കുകയാണ് മസാലയ്ക്ക് ഒന്ന് പിടിക്കാനായിട്ട്. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഫ്രൈ ചെയ്യാം. ഞാനത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരുപാട് തിക്കി നിറച്ച് ഇടണ്ട. അപ്പോൾ ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇതുപോലെല്ലാം ഫ്രൈ ചെയ്യാം. ഇനി ചിക്കൻ മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതൊരു 7 മീഡിയം സൈസ് സവാളയാണ്. ഞാൻ കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണ്. ഇത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സവാള ഒന്ന് പാതി വാടി വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 8 പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് ചേർക്കുന്നത്. പിന്നെ ഈ പച്ചമുളകിൻ്റെ പച്ചമണം മാറണം, അതുപോലെ തന്നെ സവാള നല്ല വാടി വരണം, അതുവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സവാളയൊക്കെ വാടി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർക്കാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ ഇതാ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് ഇളക്കി തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പുതിനയിലും ഉണ്ടെങ്കിൽ അതും ചേർക്കാം, എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സമയത്ത് പുളിയില്ലാത്ത തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ചേർക്കുന്നില്ല. ഇതാ നമ്മുടെ മസാല ഇവിടെ നല്ല കുഴഞ്ഞ് പാകത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ മസാലയിൽ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ ലോങ് ഗ്രെയിൻ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 മണിക്കൂർ കുതിർത്തതാണ്. കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു 3 കപ്പുണ്ട്. ഇപ്പോൾ റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് റൈസ് വേവിച്ച് വെള്ളം ഊറ്റിക്കളയുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള സ്പൈസസ് എന്ന് പറയുന്നത് ഒരു 10 ഗ്രാമ്പു, 10 ഏലയ്ക്ക, 3-4 കഷ്ണം പട്ട, 1 ടീസ്പൂൺ സാജീരകം, പിന്നെ ഒരു തക്കോലം, ഒരു പൂ മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം തിള തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നിറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിലോട്ട് നിൽക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. റൈസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കണം ആദ്യം, എന്നിട്ടൊരു തിള വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. ഇപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 80% കുക്ക് ചെയ്തെടുക്കാം. ബാക്കി 20% ദമ്മിൽ കുക്കായിക്കോളും.
ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു അരി എടുത്ത് നോക്കാം. ഈസി ആയിട്ടത് മുറിഞ്ഞു വന്നു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ദം ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഏത് പാനിലാണോ ദം ചെയ്യുന്നത് അതിലേക്ക് ആദ്യം ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. കൂട്ടി വെക്കരുത്, ഇങ്ങനെ നിരത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഈ ചിക്കൻ മസാലയുടെ മേളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കണം. ഇത് ഫ്രൈ ചെയ്ത സവാളയാണ്. അപ്പോൾ ഈ സവാള റൈസിൻ്റെ മേളിൽ കുറച്ചൊന്ന് ഇങ്ങനെ വിതറി കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. ഇത് ഗരം മസാലയാണ്. ഇത് കുറച്ചൊന്ന് മേളിൽ കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. ലാസ്റ്റ് ലെയറിലും അതുപോലെ തന്നെ മല്ലിയിലയും സവാള ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ നെയ്യിൽ വറുത്തതാണ് ഇട്ട് കൊടുത്തത്. ഇത് ചൂട് പാലിൽ കുങ്കുമപ്പൂവ് കുതിർത്തതാണ്. ഒരു കളറിന് വേണ്ടിയിട്ട് ഇത് മേളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പശുനെയ്യ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ദമ്മ് ചെയ്യുന്ന സമയത്ത് ആ ചൂട് കൊണ്ട് ഉരുകി എല്ലാ ഭാഗത്തോട്ടും അത് ചെന്നോളും. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ദമ്മ് ചെയ്യുന്ന സമയത്ത് ആ എയർ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മൂടി വെക്കാം. ഞാനൊരു പഴയ ദോശക്കല്ല് ഇവിടെ ഹൈ ഫ്ലെയിമിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ട് ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് ദം ചെയ്യുക. അതും കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ നമ്മളത് തുറക്കത്തുള്ളൂ. അപ്പോൾ ആകെ ഒരു 35 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് നല്ലൊരു മണമാണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ദമ്മായി എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ മുകളിലിട്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ വാടിക്കിടക്കുന്നത്. ദമ്മായില്ലെങ്കിൽ ഇട്ട പോലെ തന്നെ അത് കിടക്കും. അപ്പോൾ നന്നായിട്ട് ദമ്മായിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് പയ്യെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. റൈസൊക്കെ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്നത്തെ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.